ഗായ്സ്, എന്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. അവന്റെ പേര് റോക്കി. അവനൊരു ലാബർ ഡോഗ് ആണ്. ഇപ്പൊ ഏകദേശം 3 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു ദിവസം ചിക്കൻ മേടിച്ചു. അപ്പൊ അത് ചിക്കൻ മേടിച്ചപ്പോ ഷിജിൻ എന്ത് ചെയ്ത് ചിക്കൻ ഫീറ്റ് മേടിച്ച് റോക്കിക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പൊ റോക്കി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അത് എന്റെ ഹസ്ബൻഡിന്റെ ഡോഗാണ്. ഇപ്പൊ എന്റെ വീട്ടിലാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ അമ്മ എന്നോട് പറഞ്ഞ് ഇത് ബോയിൽ ചെയ്ത് റോഗിക്ക് കൊടുക്കുന്ന പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല എത്രണ്ണം കൊടുക്കണം എന്ന് പറഞ്ഞില്ല. അമ്മക്ക് അറിയാത്തത് കൊണ്ട് അമ്മ എന്ത് ചെയ്ത് ഏകദേശം അതൊരു 8 ചിക്കൻ ഫീറ്റ് ഉണ്ടായിരുന്നു. ആ ഫീറ്റ് അമ്മ വേവിച്ച് റോഗിക്ക് കൊടുത്തതിന് ശേഷം റോക്കി അത് കഴിച്ച് പിറ്റേ ദിവസം മുതൽ അവ ഫുഡ് എടുക്കണുണ്ട്. പക്ഷെ നേരത്തെ കഴിക്കണേന്റെ പകുതി ഫുഡ് എടുക്കണുള്ളൂ. അപ്പൊ നമ്മ വിചാരിച്ച് ഇത്രയും ഫുഡ് ദഹിക്കാത്തത് കൊണ്ടാണ് ഭക്ഷണം എടുക്കാത്തതെന്നാണ് നമ്മ വിചാരിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞ് 2-3 ദിവസം കൂടി കഴിഞ്ഞപ്പോ ഇവൻ ഒട്ടും ഫുഡ് എടുക്കണില്ല. ഫുഡ് എന്ന് പറഞ്ഞതേ എടുക്കണില്ല. വെറുതെ വന്ന് സ്മെല് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. ഫുഡേ എടുക്കാണ്ടായി. അങ്ങനെ നമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു ഇവനെ കുളിപ്പിക്കാനായിട്ട് ഇറക്കി. സാധാരണ നമ്മ കൂടോർന്ന് ഇവനെ ഇറക്കുമ്പോ നമ്മുടെ പറമ്പിലൊക്കെ ഓടി നടക്കും. ഇവൻ അന്ന് ഓടിയേ ഇല്ലാട്ടാ. ഓടിയേം ഇല്ല. നമ്മ കുളിപ്പിക്കാൻ നിർത്തിയപ്പോൾ ഇവന് നിക്കാൻ പറ്റണില്ല. ഇവൻ താഴെ വീണ് പോണേന്. അങ്ങനെ നമ്മള് ഓട്ടോ വിളിച്ച് ഇവനെ നമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഓട്ടോ വിളിച്ച്. പക്ഷെ അന്ന് നമുക്ക് ഓട്ടോ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വണ്ടിക്ക് തന്നെ നമ്മ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന്. നാ പറൂരുള്ള കൊച്ചിൻ പെറ്റ്സിലാണ് ട്ടോ പോയത്. പ്രൈവറ്റ് ആയിട്ട് നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ചെള്ളുപനിയാന്ന് ഡിറ്റക്ട് ചെയ്ത്. അപ്പൊ ബ്ലഡിൽ നമ്മുടെ RBC 10 ലക്ഷം വേണം. 10 ലക്ഷം വേണ്ടടുത്ത് നമ്മുടെ ഡോഗിന് 1 ലക്ഷത്തിന് താഴെയുള്ളൂ. WBC 10,000 വേണ്ടടുത്ത് നമുക്ക് ഉള്ളത് 16,000 ആയിരുന്നു. അപ്പൊ WBC കുറച്ചിട്ട് RBC കൂട്ടണം. ഇവന്റെ മിത്ത് നമ്മ ചെള്ള് കാണാറുണ്ട്. ചെള്ളെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ ഡോഗിനും വന്ന പോലെ നിറച്ച് ചെള്ളൊന്നല്ല. ഒരു ചെള്ള് കുളിപ്പിക്കാനൊക്കെ ഇറക്കുമ്പോ ഒരു ചെള്ള്. അപ്പൊ നമ്മൾ ഈ ചെള്ളിനെ എടുക്കും. ഒന്നില്ലെങ്കിൽ ചെള്ളിന്റെ അവിടെ വെച്ച് നമ്മൾ ചവിട്ടിക്കളയോ, അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ അപ്പുറത്തുള്ള വെള്ളത്തിലോ അങ്ങനെയൊക്കെ കൊണ്ടുപോയി കളയും. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ചെള്ളുപനിയാണെന്ന് പറഞ്ഞ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് എന്താ നിങ്ങൾ ഇത്രയും വൈകിയത് കൊണ്ടുവരാന്ന് പറഞ്ഞ്. ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജ്, അതായത് സിവിയർ കേസായിട്ട് അത് മാറിയിട്ടുണ്ട്. ഒട്ടും നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല എന്ന് വരെ ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്ത് അന്ന് ആന്റിബയോട്ടിക് കൊടുത്ത്. പിന്നെ ഡോക്ടർ പറഞ്ഞ് എന്തായാലും ഡോഗിന്റെ ബ്ലഡ് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോഗിന്റെ ബ്ലഡ് മാറ്റണം എന്ന് പറഞ്ഞപ്പോ തന്നെ എന്നെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞ്. ആ ഹസ്ബൻഡും അനിയത്തിയും കൂടിയാ പോയത്. ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞ് ബ്ലഡ് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഈവനിങ് ആയതുകൊണ്ട് അന്ന് മാറ്റാൻ പറ്റൂല, പിറ്റേ ദിവസത്തേക്കാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഒരു 3,000 രൂപ അല്ലെങ്കിൽ 3,000 to 5,000 രൂപയില് ഇത് കഴിയും എന്ന് പറഞ്ഞു. ഇനി അവര് ഹോസ്പിറ്റലുകാരാണ് കണ്ടെത്തണമെങ്കിൽ 7,000 വരെ ആകും എന്ന് അവര് നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പൊ അന്ന് അത്ര ലേറ്റ് ആയതുകൊണ്ട് ഡോഗിന് നമ്മ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ മരുന്ന് കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടും അന്ന് അവര് വീട്ടിലോട്ട് പോകുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഇവര് കോണ്ടാക്ട് ചെയ്യാന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അവര് വിളിച്ചിട്ടുണ്ട് ഡോണറിനെ കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. കിട്ടിന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര അധികം സന്തോഷായിട്ടാ. അങ്ങനെ എന്താന്ന് വെച്ചാൽ അത്ര ഇതിനെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കാണുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ നിൽക്കണോണ്ട് എന്റെ അമ്മക്കും ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഒരു രാവിലെ ആയപ്പോ ഡോണറിനെ കിട്ടിയെന്ന് പറഞ്ഞ് അവര് വിളിച്ചപ്പോ നമ്മ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് ഡോഗിനെ അന്ന് കുളിപ്പിച്ചില്ല തോന്നുന്നു. എന്നിട്ട് നമ്മ ഡോഗിനെയും കൊണ്ട് ഒന്നും കൂടി ആശുപത്രിയിലോട്ട് പോയി. ചെന്നപ്പോ ഷിജിന് വിഷമം കാരണം ഞാനാണ് ഡോക്ടറിനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നത്. അപ്പൊ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് ഇവന്റെ ഇതെന്ന് പറഞ്ഞാൽ അത്രയും മോശം, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടിരിക്കണ കേസാണെന്ന് പറഞ്ഞു. ഡോഗിനെ നമുക്ക് കിട്ടുമോന്ന് 50-50 എന്നാ 50-50 എന്ന് പറഞ്ഞില്ല അവര്. അങ്ങനെ അവര് പറഞ്ഞത് ബ്ലഡ് മാറ്റിയാലും ചിലപ്പോ നമുക്ക് ഇവനെ കിട്ടാൻ ചാൻസ് കുറവാണെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ കയ്യിലാണെങ്കിൽ ആ സമയത്ത് വിഷുവിന് ഒരാഴ്ച മുമ്പായിട്ടായിരുന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ അങ്ങനെ പൈസ എന്ന് പറയാൻ
ഉണ്ടായില്ല. കാരണം അന്ന് നമ്മൾ ടൈറ്റ് ആയി പോയി. വിഷുവും എല്ലാം കൂടി നമ്മൾ ആകെ ഒരു ഇതിലായിപ്പോയി. അപ്പൊ നമ്മുടെ ഈ പൈസയും ഇല്ല. 7,000 എബോ എന്തായാലും പോകും. ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ ഇവനെ നോക്കി ഒരു 7,000ഓളം ട്രീറ്റ്മെന്റ് നമ്മ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ആയപ്പോള് ഇങ്ങനെയും പറഞ്ഞേ ഇത് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. പക്ഷെ അത് മാത്രമല്ല, നമ്മ ചെന്നപ്പോ ലേറ്റും ആയിപ്പോയി. കാരണം ഈ ഡോണർ ഡോഗിനെ കൊണ്ടുവന്നിട്ട് ഡോണർ ഡോഗിനെ ടെസ്റ്റ് ചെയ്യണം. ഇവര് കുറെ അവരുടെ കോണ്ടാക്റ്റിലെ ഡോഗിനെ വിളിച്ചിട്ട് അത് ഒരു ഡോഗിന്റെ എന്താ പാരന്റാണ് സമ്മതിച്ചുള്ളൂ. ബാക്കി ആരും ഇത് സമ്മതിച്ചില്ല. പക്ഷെ ആ ഡോഗിനെ കൊണ്ടുവന്നിട്ട് വേണം ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഡോഗിന് ബ്ലഡ് എടുക്കാൻ. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് സെയിം ഡോഗ് ഒന്നും വേണ്ട, സെയിം ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ ഒന്നല്ല. അറ്റ്ലീസ്റ്റ് ഡോഗിന് 30 കിലോ വെയിറ്റ് മതി. 30 കിലോ ഉള്ള വെയിറ്റുള്ള ഏത് ഡോഗിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ അന്ന് നമ്മ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് അന്ന് ആ ഡോഗിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അന്ന് നമ്മ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ അങ്ങനെ എടുത്ത്. പക്ഷെ ഈ ആന്റിബയോട്ടിക് എടുത്തപ്പോ അത്ര നേരം ഫുഡ് കഴിക്കാത്തവൻ അന്ന് ഫുഡ് കഴിച്ച്. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഫുഡ് എടുക്കണില്ല, ഇന്നലെയും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ആന്റിബയോട്ടിക് കൊടുത്തപ്പ അവൻ അവിടെ വെച്ച് പെറ്റ് ഫുഡ് കൊടുത്ത് അതെടുത്തപ്പോ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു അവൻ ഫുഡ് എടുത്ത് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോ ഡോക്ടറിന് അത്ഭുതമായി. അങ്ങനെ നമ്മള് പിറ്റേ ദിവസം വരാന്നും പറഞ്ഞ് ഡോഗിനെ കൊണ്ട് നമ്മ വീട്ടിലോട്ട് പോന്നു. പിറ്റേ ദിവസം രാവിലെ വന്നെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ അറിയാലോ, നമ്മുടെ ഇപ്പൊ തന്നെ 7,000ഓളം ചെലവാക്കി. ഇനി 7,000ഓളം വേണം. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചിരുന്നത് നമുക്കൊരു ചിട്ടി നമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വിഷു ആയതുകൊണ്ട് നമ്മൾ ആരോടും അങ്ങനെ ചോദിക്കാനും നിന്നില്ല. വിഷു ഒക്കെ അല്ലേ, എങ്ങനെ ചോദിക്കും വിഷു ആയതുകൊണ്ട്. അങ്ങനെ നമ്മളാകെ ടൈറ്റായി. അതുകൊണ്ട് നമുക്ക് ആ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മ പിറ്റേ ദിവസം അവര് വിളിച്ചപ്പോ നമ്മ പറഞ്ഞ് ഇങ്ങനെ ഫണ്ട് റേസ് ആയില്ല, അതുകൊണ്ട് നമ്മ വന്നില്ല എന്ന് പറഞ്ഞ്. നമ്മുടെ കയ്യിലുള്ള മരുന്ന് കൊടുക്കാൻ 2 നേരം കൊടുക്കാൻ പറഞ്ഞ്. നമ്മ അത് കൃത്യമായിട്ട് 2 നേരം കൊടുത്തോണ്ടിരുന്നപ്പോ ഇവന്റെ യൂറിന്റെ കളറൊക്കെ മാറി തുടങ്ങി. ആദ്യം യൂറിൻ ഒഴിച്ചിരുന്നപ്പോ ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത്. ബ്ലഡ് വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് നോർമൽ യൂറിൻ ഒഴിക്കാൻ തുടങ്ങി. ഇവൻ കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങി. ദൈവഭാഗ്യം എന്ന് പറഞ്ഞേ. സത്യം പറഞ്ഞാൽ ഇത്ര ക്രിട്ടിക്കൽ കിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്ത് എന്താ പറയാ, സത്യം പറഞ്ഞ ഡോക്ടേഴ്സ് ഒക്കെ സിനിമയിൽ പറയില്ലേ ഇറ്റ്സ് എ മിറാക്കിൾ. അതാണ് നമ്മുടെ ജീവിതത്തിലും വന്നത്. ഇറ്റ്സ് എ മിറാക്കിൾ എന്ന് തന്നെ പറയാം. നമ്മുടെ ഡോഗ് പണ്ടത്തെ പോലെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഇപ്പൊ ഈ വീഡിയോ എടുക്കണ നിമിഷം വരെ അവൻ നമ്മുടെ ഒപ്പം ഉണ്ട്. പണ്ടത്തെ പോലെ റോക്കി ഓടാനും ചാടാനും കുരക്കാനും എല്ലാത്തിനും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾ പഠിച്ച പാഠം എന്താണെന്നറിയാം. ഒരു ചെള്ളല്ലേ, മിക്കവരും അങ്ങനെ ആയിരിക്കും, ഒരു ചെള്ളല്ലേ അതിനെ കളയാ എന്ന് വിചാരിക്കരുത്. ഒരു ചെള്ളെങ്കിൽ ഒരു ചെള്ളിനെ നമ്മ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഡെറ്റോളിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഫിനോയിൽ, അല്ലെങ്കിൽ ഇതിനെ കത്തിച്ചളയാം. അല്ലെങ്കിൽ ഒരു ചെള്ളിന്ന് തന്നെ ഇത് നമ്മ ഞെക്കി കളയുമ്പോ ഇതിന്ന് കൂടുതൽ ചെള്ള് ആ മണ്ണിൽ ഉണ്ടാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒരു ഇൻഫെക്റ്റഡ് ചെള്ള് മതി നമ്മുടെ ഡോഗിനെ കൊല്ലാൻ. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ആരുടെങ്കിലും ഡോഗിന് ഇങ്ങനെ ഒരു ചെള്ള് കണ്ടാൽ നിങ്ങൾ അപ്പൊ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, ഡോഗിനെ എന്തായാലും എഫക്റ്റ് ചെയ്യും. കാരണം ഇപ്പൊ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ കൊണ്ടുവന്ന മിക്ക കേസും ഒരു 50% ഓഫ് കേസും ഈ ചെള്ള് പനിയായിരുന്നു. പക്ഷെ അവര് നേരത്തെ കൊണ്ടുവന്നുകൊണ്ട് ആന്റിബയോട്ടിക് ഒതുക്കി ട്രീറ്റ്മെന്റ് ചെയ്ത് ഇതാക്കി. നമ്മുടെ ഡോഗ് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കൊണ്ടുപോയത്. പക്ഷെ പറഞ്ഞല്ല, ഇറ്റ്സ് എ മിറാക്കിൾ. ഡോഗ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. ഞാൻ അവനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് റോക്കി.